ഹായ് എവരിവൺ, ദിസ് ഈസ് അഫ്ല. ഇന്നത്തെ ഈ ഒരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു വ്ളോഗ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ. ഓക്കെ, പൊതുവേ സൺഡേസിലൊക്കെ എങ്ങനെയാണോ അങ്ങനെയുള്ളൊരു വീഡിയോ കേട്ടോ. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സോ സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗ് ആട്ടോ അത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നേരെ തന്നെ ഹോസ്റ്റലിലേക്ക് പോകാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേസിൽ നമുക്ക് എണീക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മസാല ദോശ കിട്ടും. നമുക്ക് മസാല ദോശ കിട്ടുന്ന ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത് എണീക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കാരണം കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നല്ലത് കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എണീറ്റ് വേഗം പോകും. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലോട്ട് വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പൂവും കാര്യങ്ങളൊക്കെ കണ്ട് അത് പിടിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ ഹോസ്റ്റലിലോട്ട് കയറാം കേട്ടോ. ഹോസ്റ്റലിലേക്ക് കയറിയിട്ട് ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു പണി കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സ്, എക്സാമൊന്നും അങ്ങനെ ഇല്ലാത്തൊരു വ്ളോഗാണ്. ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ട് കുറേ നാൾ മുന്നേ ആക്ച്വലി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആട്ടോ അത്. ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അത് മടിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര മടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലാഗായി പോയതാണ്. ഓക്കെ, അപ്പോൾ താഴ്ന്ന് പൊട്ടിച്ചിട്ടുള്ള ഒരു റോസ് നമുക്ക് അവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ നമുക്ക് കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ റൂമിലെത്തിയിട്ട് ഇന്ന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ വീണ്ടും ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. ഈ സൺഡേസിലെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ടൈം പോവും. രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ വീണ്ടും വരാം, റൂമിൽ എടുക്കുക, ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പോവുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് വരുന്നത്. സൺഡേസിൽ പെട്ടെന്ന് പോകും. അപ്പോൾ സൺഡേസിൽ ഇങ്ങനെ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലെത്തിയിട്ട് വീണ്ടും ഞാനത് കഴിച്ചു ഗൈസ്. സൺഡേസിൽ ഭയങ്കര വിശപ്പാണ്, എല്ലാവർക്കും വിശപ്പായിരിക്കും. പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 5 മണി ടൈമിലാണ് ഞാനിപ്പോൾ വീണ്ടും എണീക്കുന്നത്. റീൽസ് കണ്ടിട്ടും ഉറങ്ങിയിട്ടും അങ്ങനെയൊക്കെ ഒരു വെറുതെ ഇങ്ങനെ പാഴാക്കി കളഞ്ഞൊരു ദിവസമാണ് സൺഡേ. അപ്പോൾ ഇങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചു. ഞാനും എൻ്റെ കണ്ണൂരത്തെ ഫ്രണ്ടുമാണ് ഇന്ന് റൂമിലുണ്ടായിരുന്നത്. മറ്റുള്ളവരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവളും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു. നമ്മൾ കുറേ വർത്താനങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ് നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ഈവനിങ് ആയപ്പോൾ കോളേജിൻ്റെ പുറത്ത് ഹോസ്റ്റലിൽ കയറാൻ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഓരോ വിശേഷങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ അവൾ EP അങ്ങനെ എന്തോ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വാങ്ങി. എന്തായാലും ഒരാൾ വാങ്ങല്ലേന്ന് വെച്ചിട്ട് ഞാനും അത് വാങ്ങി. പിന്നെ ഈ കുറേ സ്കൈയുടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം അത് എടുത്തിട്ട് നമ്മൾ റൂം അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാളും കൂടി 2 ചൂലെടുത്തിട്ട് അടിച്ചു വരാം കേട്ടോ. ഒരാൾ ആറ്റത്തുനിന്ന് ഒരാൾ ഈറ്റത്തുനിന്നും കൂടിയിട്ട് ഇങ്ങനെ അടിച്ചു വരുന്ന ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മേലോട്ട് പോയിട്ടോ, ടെറസിൽ പോയിട്ട് പ്രത്യേകിച്ച് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല, അലക്കാനായിട്ടുണ്ടായിരുന്നില്ല. അലക്കിയത് മേലയിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അത് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മേലോട്ട് പോയത്. ഓക്കെ, അങ്ങനെ മേലത്തെ വ്യൂ ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാലും ഇങ്ങനെ സ്കൈ നോക്കി നിൽക്കും കേട്ടോ. കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് മേലെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടെ സ്കൈയും കാര്യങ്ങളും നോക്കിക്കളഞ്ഞിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഇത് കുറേ ഇങ്ങനെ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ കുറേ വീഡിയോസ് എടുക്കും. അതാണ് മെയിനായിട്ട് നടക്കുന്നത് മേലെ പോയി കഴിഞ്ഞാൽ. ഓരോ ദിവസം എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടാവും സ്കൈ. ഞാനാണെങ്കിൽ സ്കൈയുടെ ഷെയ്ഡ്സ് മാറുന്നതും കളർ മാറുന്നതും ഒക്കെ എക്സൈറ്റഡ് ആവുന്ന ഒരു ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കും ഞാൻ, എനിക്കങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് മേലത്തെ ടെറസിൽ നിന്നിട്ടുള്ള വ്യൂ. കുറേ കാടും മലയും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ മേലെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാതും എടുത്ത് വെച്ചു, മടക്കി വെച്ചു, ഷെൽഫിലെല്ലാതും ആക്കി വെച്ചു. അപ്പോഴാണ് നമുക്ക് ഇന്ന് രാത്രി ഡിന്നർ കഴിക്കാമെന്ന് ടൈമായി. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കുക ഉറങ്ങുക, അതാണ് സൺഡേയിൽ മെയിനായിട്ട് നടക്കുന്നത്. അപ്പം ഇന്ന് ഞാനും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണ്ണൂരിൽ നിന്നുള്ള ഫ്രണ്ടും കൂടിയിട്ട് നമ്മൾ ഇപ്പി മാഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് പൊതുവേ ഞാനങ്ങനെ എന്താ പറയുക, ഇപ്പി നൂഡിൽസ് അങ്ങനെ
വല്ലാണ്ട് കഴിക്കലൊന്നുമില്ല. ചോറ് കിട്ടിയാൽ ഞാൻ ചോറ് കഴിക്കും. അങ്ങനെയാണ്. ഇന്ന് സൺഡേ രാത്രി ചോറായിരിക്കും കിട്ടുക. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഇപ്പി നൂഡിൽസ് കാര്യങ്ങളൊക്കെ വാങ്ങിയതാട്ടോ. അല്ലെങ്കിൽ ഞാൻ ഫുള്ളും ഈ ചോറ് കാര്യങ്ങളൊക്കെ കഴിച്ചിങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ എന്തായാലും അവൾ വാങ്ങിയപ്പോൾ എനിക്കും കൂടി ഇനി അവൾ കഴിക്കുമ്പോൾ കൊതിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ വാങ്ങിയതാട്ടോ. അങ്ങനെ കുറച്ച് ചായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് ലേവിഷ് ആവാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ മാഗിയും ഇപ്പിയും ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു മൂവിയൊക്കെ ഇട്ട് കാണാമെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് മൂവി കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇതൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിരുന്ന് കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ മൂവിയൊക്കെ ഇരുന്ന് കാണുന്നത് കുറച്ച് നേരം ഇരുന്ന് കണ്ടുള്ളൂ കേട്ടോ മൂവി. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നാളെ ഒരു എക്സാം ഉണ്ട്, ഇൻറ്റേർണൽ എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ ഞാനിങ്ങനെ ഒരു സബ്ജക്റ്റിൻ്റെ പേര് ഇങ്ങനെ എഴുതി വെച്ചെന്നുള്ളൂ കേട്ടോ. നാളത്തെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചെന്നുള്ളൂ. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാണ് ചെയ്തത് കേട്ടോ. ഇൻറ്റേർണൽ എക്സാം സാധാരണ അന്നത്തെ ദിവസം എക്സാമിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അങ്ങനെയൊക്കെ നോക്കുന്ന ടീമാണ് ഞാനൊക്കെ. അപ്പോൾ രാത്രിയായി, ഇനിയിപ്പോൾ എന്തായാലും പോയി കിടക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ സൺഡേ വ്ളോഗ്. താങ്ക് യു.